ഇത് ചെയ്യുന്നതോടുകൂടി വലിയ വലിയ ആളുകൾ നിങ്ങളെ ഇങ്ങോട്ട് വന്ന് കോണ്ടാക്ട് ചെയ്യും. രാജാവിനെ പോലെ തല ഉയർത്തി നിങ്ങൾക്ക് എവിടെയും ചെല്ലാം. കസേര നിങ്ങൾക്ക് വേണ്ടി അവിടെ ഒഴിച്ചിട്ടിട്ടുണ്ടാകും. നമ്മളെല്ലാവരും സ്ഥിരമായി കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, യുവർ നെറ്റ്വർക്ക് ഈസ് യുവർ നെറ്റ്വർത്ത്. നിങ്ങളുടെ ബന്ധങ്ങളാണ് നിങ്ങളുടെ സമ്പാദ്യം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? പേടിയാണോ? നാണക്കേടാണോ? എനിക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് അങ്ങനെ പല വികാരങ്ങളും തോന്നും. കാരണം നമുക്കൊട്ടും പരിചയമില്ലാത്ത ഒരാളടുത്ത് പോയിട്ട് ഹലോ സാർ, എനിക്കൊരു ജോലി തരാമോ, എന്നെ ഒന്ന് പരിഗണിക്കാമോ എന്ന് ചോദിക്കുന്നത് സത്യത്തിൽ ആത്മഹത്യ ചെയ്യുന്നതിനേക്കാൾ പാടാണ്. നമുക്കൊരു നാണക്കേട് കൂടിയാണ് അത്, അല്ലേ? എന്നാൽ ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ ചെയ്യുന്നത് നെറ്റ്വർക്കിംഗ് എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇത് നെറ്റ്വർക്കിംഗ് അല്ല, ഇത് ബെഗ്ഗിംഗ് അഥവാ യാചിക്കലാണ്. വിജയിച്ച ആരും തന്നെ അവസരങ്ങൾ ചോദിച്ചു പോകാറില്ല. അവരുടെ അവസരങ്ങളെല്ലാം അവരെ തേടി വരികയായിരുന്നു ചെയ്തിരുന്നത്. നിങ്ങൾക്കൊരു വലിയ നെറ്റ്വർക്ക് ഉണ്ടാകണോ? അപരിചിതരായ വലിയ മനുഷ്യർ നിങ്ങളെ അങ്ങോട്ട് വിളിക്കണോ? എങ്കിൽ അടുത്ത കുറച്ച് മിനിറ്റുകൾ കൊണ്ട് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു സ്ട്രാറ്റജിയെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നെറ്റ്വർക്ക് വിത്തൗട്ട് നെറ്റ്വർക്കിംഗ് എന്ന സീക്രട്ട് സ്ട്രാറ്റജിയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കൈപ്പേറിയ സത്യമുണ്ട്. നമ്മൾ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യുമ്പോൾ ലിങ്ക്ഡിൻ വഴിയോ സോഷ്യൽ മീഡിയയിലെ ഏതൊരു പ്ലാറ്റ്ഫോം വഴിയോ നമ്മൾ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് അവരോട് പറയുന്നത്? ഹായ് സാർ, ഞാനൊരു ഗ്രാഫിക് ഡിസൈനറാണ്, അല്ലെങ്കിൽ ഞാനൊരു വീഡിയോ എഡിറ്ററാണ്, എനിക്കൊരു ജോലി തരാമോ, അല്ലെങ്കിൽ എന്നെ ഒന്ന് റെഫർ ചെയ്യാമോ? ഇതുപോലെയുള്ള ചോദ്യങ്ങളായിരിക്കും നമ്മൾ ചോദിക്കുന്നത്. സുഹൃത്തെ, ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ വലിയ മനുഷ്യന് നമ്മളെ കൊണ്ട് എന്താണ് നേടാനുള്ളത്? ആർക്കും ഒരു ബാധ്യതയെ കൂടെ കൂട്ടാൻ താല്പര്യമില്ല. നിങ്ങളൊരു സഹായം ചോദിക്കുമ്പോൾ നിങ്ങൾ അവരുടെ സമയവും എനർജിയും ഊറ്റിയെടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് നമ്മൾ ഒരു ബാധ്യതയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ദ വാല്യൂ ഫസ്റ്റ് സ്ട്രാറ്റജിയാണ്. അതായത് നിങ്ങൾ ഒരാളോട് ഒരു സഹായം ചോദിക്കുന്നതിന് പകരം അവർക്ക് വേണ്ടിയിട്ട് ഒരു സഹായം ചെയ്തു കൊടുക്കുക. നിങ്ങൾ കൊടുക്കുന്നവനാണെങ്കിൽ രാജാവിനെ പോലെ തല ഉയർത്തി നിങ്ങൾക്ക് എവിടെയും ചെല്ലാം. കസേര നിങ്ങൾക്ക് വേണ്ടി അവിടെ ഒഴിച്ചിട്ടിട്ടുണ്ടാകും. ഇനി നമുക്കിതൊരു കഥയിലൂടെ മനസ്സിലാക്കാം. രണ്ട് ചെറുപ്പക്കാർ ഒരു വലിയ കമ്പനിയിലെ സിഇഒ കാണാൻ വേണ്ടിയിട്ട് പോയി. ഒന്നാമൻ പറഞ്ഞു, സാർ, എനിക്കൊരു ജോലി വേണം, ഞാൻ വളരെ കഷ്ടപ്പാടിലാണ്. സിഇഒ സെക്യൂരിറ്റിയെ വിളിച്ചിട്ട് ആ ചെറുപ്പക്കാരനെ അവിടെ നിന്ന് പുറത്താക്കി. രണ്ടാമൻ ഒരു ഫയലുമായിട്ടാണ് സിഇഒയെ കാണാൻ പോയത്. എന്നിട്ട് അയാൾ പറഞ്ഞു, സാറിന്റെ കമ്പനിയിൽ ഒരു വലിയ പ്രശ്നമുണ്ട്, സാറിന് അത് കാരണം വലിയ നഷ്ടങ്ങൾ ഉണ്ടാൻ പോവുകയാണ്. അതെന്താണെന്നുള്ളത് ഞാൻ ഈ പേപ്പറിൽ വിശദമായി എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ഈ പേപ്പർ ആ സിഇഒയുടെ കയ്യിൽ കൊടുത്തിട്ട് ആ രണ്ടാമൻ തിരിച്ചിറങ്ങി നടന്നു. ഇനി നിങ്ങൾ പറയൂ, ആ സിഇഒ ആരെയായിരിക്കും തിരിച്ചു വിളിച്ചിട്ടുണ്ടായിരിക്കുക? ഉറപ്പായും ആ രണ്ടാമനെ തന്നെ. കാരണം അവൻ ഒരു പ്രശ്നക്കാരനല്ല, അവൻ പ്രശ്ന പരിഹാരകനാണ്, അഥവാ പ്രോബ്ലം സോൾവർ ആണ്. അവൻ അവന്റെ സ്കില്ല് ഫ്രീ ആയിട്ട് ആ സിഇഒയെ കാണിച്ചു കൊടുത്തു. ഇതാണ് നെറ്റ്വർക്കിങ്ങിന്റെ ഒന്നാമത്തെ നിയമം. ഡോണ്ട് ആസ്ക് ദ പെർമിഷൻ, ഡു ദ വർക്ക്. അതായത് ജോലി ആവശ്യപ്പെട്ടു പോകരുത്, ജോലി ചെയ്ത് കാണിച്ചു കൊടുക്കുക. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും, അയ്യോ, ഞാനപ്പോ ഫ്രീ ആയിട്ട് ജോലി ചെയ്ത് കൊടുക്കണമോ എന്ന്. സുഹൃത്തെ, അപരിചിതനായ ഒരാൾ നിങ്ങളെ വിശ്വസിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ കൊടുക്കണം. ഇതിനെയാണ് പെർമിഷൻ അപ്രന്റീസ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 5 പേരെ കണ്ടുപിടിക്കുക, അവർക്ക് എന്താണ് തലവേദന എന്ന് അന്വേഷിച്ച് കണ്ടെത്തുക, ആ പ്രശ്നം പരിഹരിച്ചു നൽകുക. ഒരു വീഡിയോ എഡിറ്റർ ആണെങ്കിൽ സൗജന്യമായിട്ട് ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു റൈറ്റർ ആണെങ്കിൽ സൗജന്യമായിട്ട് നിങ്ങളുടെ വർക്ക് ചെയ്തു കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അവർ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരും. കാരണം നല്ല വർക്ക് ആർക്കും അങ്ങനെ നഷ്ടപ്പെടുത്തി കളയാൻ പറ്റില്ല. ഇനി രണ്ടാമത്തെ കാര്യം ട്രാൻസാക്ഷണൽ നെറ്റ്വർക്കിംഗ് ആണ്. നമ്മൾ എല്ലാവരും ചെയ്യുന്നത് ഇത് തന്നെയാണ്. അതായത്, ഞാൻ നിനക്ക് ഒരു ഉപകാരം ചെയ്തു തന്നാൽ നീ തിരിച്ചെനിക്ക് എന്ത് തരും? ഈ ചിന്ത ആദ്യം നിർത്തുക. ഒരു കർഷകനെ പോലെ ചിന്തിക്കുക. ഒരു കർഷകൻ എന്താ ചെയ്യുന്നത്? ഒരു വിത്ത് ഇട്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കും. ഈ വിത്ത് വളരാനും പിന്നെ അതിന് വെള്ളം ഒഴിക്കണം, അതിന് വളമിടണം, ഇങ്ങനെ ഒരു വലിയ ടൈം തന്നെ അതിനായിട്ട് വേണ്ടി വരും. അതുപോലെയാണ് ബന്ധങ്ങളും. നമ്മൾ ഇന്ന് ഒരാൾക്ക് സൗജന്യമായിട്ട് ചെയ്തു കൊടുത്താൽ ചിലപ്പോൾ 5 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഏതെങ്കിലും ഒരു അവസരത്തിൽ അവർ തിരിച്ച് ഉപകാരപ്പെടുന്നത്. പക്ഷേ ആ ഉപകാരം തിരിച്ച് പലിശ സഹിതം ചേർത്തിട്ടായിരിക്കും. അതൊരു വലിയ അവസരമായിട്ടായിരിക്കും അന്ന് നിങ്ങളുടെ മുന്നിൽ വന്നു നിൽക്കുന്നത്.
ഇനി നമുക്കൊരു കുഞ്ഞു ടാസ്ക് ചെയ്യാം. നിങ്ങളുടെ ഫീൽഡിൽ ഏറ്റവും മികച്ച 5 പേരുടെ പേര് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഇടുക. എന്നിട്ട് അതിന്റെ കൂടെ എഴുതി ചേർക്കുക, ഈ 5 പേർക്കും ഞാനൊരു വാല്യൂ കൊടുക്കാൻ പോവുകയാണെന്ന്. ഇനി വരുന്ന നാളുകളിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കുക. ഓക്കെ, നിങ്ങൾ അത് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നെറ്റ്വർക്കിങ്ങിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് നോക്കാം. അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും നമ്മളെക്കാൾ മുകളിൽ നിൽക്കുന്ന ആൾക്കാരുമായിട്ടേ നെറ്റ്വർക്ക് ചെയ്യാൻ ശ്രമിക്കാറുള്ളൂ. എന്നാൽ നമുക്കൊപ്പമുള്ളവരോടോ നമുക്ക് താഴെയുള്ളവരോടോ നമ്മൾ നെറ്റ്വർക്ക് ഉണ്ടാക്കാറില്ല. ഓർക്കുക, ഇതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക്. കാരണം ഇവരാണ് നാളെ ഏതേലും കമ്പനിയുടെ സിഇഒ ആയിട്ട് മാറുന്നത്. അത് നമ്മുടെ കൂടെ പഠിക്കുന്നവരാവാം, നമ്മുടെ സഹപ്രവർത്തകരാവാം. അതുകൊണ്ട് ഇവരുമായിട്ടെല്ലാം ആത്മാർത്ഥമായിട്ട് തന്നെ പെരുമാറുക. അവരുടെ വളർച്ചയിൽ സന്തോഷിക്കുക. കാരണം നാളെ ഒരു അവസരം വരുമ്പോൾ അവരാദ്യം ഓർക്കുന്നത് നിങ്ങളുടെ പേരായിരിക്കും. ഇനി നിങ്ങൾക്ക് ആരെയും പരിചയമില്ല, നിങ്ങൾ ഒരു തുടക്കക്കാരനാണ് എന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെയാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. നിങ്ങളുടെ വർക്കുകളെല്ലാം നിങ്ങൾ നല്ല രീതിയിൽ ഷോക്കേസ് ചെയ്യുക. നിങ്ങളൊരു മാഗ്നറ്റായി മാറുക. ഇത് ചെയ്യുന്നതോടുകൂടി വലിയ വലിയ ആളുകൾ നിങ്ങളെ ഇങ്ങോട്ട് വന്ന് കോണ്ടാക്ട് ചെയ്യും. കാരണം നിങ്ങളുടെ വർക്ക് അത്രയേറെ മികച്ചതാണ്. ഇതിനെയാണ് ഇൻബൗണ്ട് നെറ്റ്വർക്കിംഗ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി, നോ കേൾക്കാൻ പഠിക്കുക. നിങ്ങൾ 10 പേർക്ക് വേലി കൊടുത്തിരുന്നാലും അവിടെ 8 പേരും നിങ്ങളോട് നോ തന്നെ പറയും. ബാക്കി വരുന്ന 2 പേർ, ഈ 2 പേർക്ക് നിങ്ങളുടെ ജീവിതം മാറ്റാൻ തന്നെ കഴിയും. അതുകൊണ്ട് ഈ നോയെ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന ലെവലിലോട്ട് മാറ്റേണ്ട ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ തന്നെ ബിൽഡ് ചെയ്തെടുക്കുക. ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് ഒരു വിസിറ്റിംഗ് കാർഡ് കൈമാറലല്ല, എന്നാൽ അതൊരു ട്രസ്റ്റ് അഥവാ വിശ്വാസം കൈമാറലാണ്. എനിക്കെന്ത് കിട്ടി എന്ന് ചിന്തിക്കാതെ എനിക്കെന്ത് വാല്യൂ കൊടുക്കാൻ പറ്റും എന്ന് ചിന്തിച്ചു തുടങ്ങുക. ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങിയാൽ നിങ്ങൾ ആരെയും ചേസ് ചെയ്യേണ്ടി വരില്ല. അവസരങ്ങൾ നിങ്ങളെ തേടി ഇങ്ങോട്ട് വരും. നിങ്ങൾ ഒരു ഉദ്യോഗാർത്ഥിയല്ല, ഒരു വാല്യൂ പ്രൊവൈഡർ ആണ്. നിങ്ങൾ ഒരു വാല്യൂ ഉള്ള ഒരാളാണ് എന്ന് സ്വയം ചിന്തിച്ചു തുടങ്ങുന്നത് വഴി അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. ഇന്നു മുതൽ ആർക്കെങ്കിലും ഒരു മെസ്സേജ് അയക്കുന്നതിന് മുമ്പ് സ്വയം ചിന്തിച്ചു തുടങ്ങുക, ഞാൻ ഇവർക്ക് എന്ത് വാല്യൂ ആണ് കൊടുക്കാൻ പോകുന്നതെന്ന്. വെറുതെ ഒരു ഹായോ ഗുഡ് മോർണിംഗോ അയക്കാതെ അവർക്കൊരു വാല്യൂ പ്രൊവൈഡ് ചെയ്യുക. ഇത് ചെയ്യുന്നത് വഴി മാറ്റം നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാൻ കഴിയും. നിങ്ങളൊരു കോണ്ടാക്ട് ലിസ്റ്റ് മാത്രമല്ല വളർത്തുന്നത്, പകരം നിങ്ങളൊരു വിശ്വാസം കൂടെയാണ് അവിടെ വളർത്തുന്നത്. ഈ ഒരു മൈൻഡ് സെറ്റ് ഒറ്റ ദിവസം കൊണ്ട് കിട്ടുന്നതല്ല, പകരം നിരന്തരമായ പരിശീലനങ്ങളിലൂടെ മാത്രം കൈവരിക്കാൻ കഴിയുന്ന ഒരു മൈൻഡ് സെറ്റാണ്. ആൾക്കൂട്ടത്തിൽ വെറും ഒരു വ്യക്തിയായി മാറാതെ സ്വന്തമായ ഒരു ഐഡന്റിറ്റിയും ക്യാരക്ടറും ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്കിവിടെ തുടരാം. അടുത്ത വീഡിയോയിൽ ഇതിനേക്കാളും ശക്തമായ ഒരു ആശയവുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.